തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി. ചാൾസ് മൂന്നാമന് രാജിക്കത്ത് ഉടൻ കൈമാറും. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. മെറിൻ, ഇനി രാജിക്കത്ത് കൈമാറേണ്ടതുണ്ട്. മറ്റ് നടപടികൾ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? കീർത്തന, ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഋഷി സുനക് രാജി സമർപ്പിക്കാനായി ബക്കിംഗ്ഹാം പാലസിലെത്തിയിരിക്കുന്നത്. ഭാര്യ അക്ഷത മൂർത്തിക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ രാജാവ് ചാൾസ് മൂന്നാമന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെയാണ് ബ്രിട്ടനിൽ അധികാര കൈമാറ്റം നടക്കുക എന്ന പ്രത്യേകതയുണ്ട്. ഇതിനുശേഷം ഉടൻ തന്നെ വിജയിച്ചിരിക്കുന്ന ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമറിനെ തന്നെ ഇപ്പോൾ രാജാവ് വിളിക്കും. ഉടനെ അതിനുശേഷം ഹസ്തദാനം കൊടുക്കുകയും രാജാവിൻ്റെ മുൻപിൽ തല വണങ്ങുകയും ചെയ്യും. ഇതാണ് ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ പരമ്പരാഗതമായി അവർ പിന്തുടരുന്ന ഒരു അധികാര കൈമാറ്റ രീതി. ഇത് തന്നെയാണ്. ഇതിനുശേഷം ഋഷി സുനക് സ്വന്തം വാഹനത്തിൽ, സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് സ്വന്തം വസതിയിലേക്ക് മടങ്ങും. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ എത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമറെ വിളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇതിനു മുമ്പ് പരാജയം സമ്മതിച്ചുകൊണ്ട് ഡൗണിംഗ് സ്ട്രീറ്റിൽ, ഔദ്യോഗിക വസതിയായിട്ടുള്ള ഡൗണിംഗ് സ്ട്രീറ്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. ഞാൻ നിങ്ങളുടെ ദേഷ്യം കേട്ടു, നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലായി എന്ന് തന്നെയാണ്, പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ഋഷി സുനക് പറഞ്ഞത്. 120 സീറ്റ് പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആകെ നേടാനായത് 120 സീറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മത്സരരംഗത്ത് കനത്ത തോൽവിയാണ് നേരിട്ടത്. കനത്ത ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിരുന്നു. പ്രചാരണങ്ങളെല്ലാം ശക്തമായിട്ടും ഹൈന്ദവ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമാക്കി പ്രചാരണങ്ങളെല്ലാം ശക്തമാക്കിയിട്ടും ഋഷി സുനകിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലേബർ പാർട്ടി 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് അവസാനമിട്ടുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത്. കീർ സ്റ്റാർമർ ഉടനെ തന്നെ അധികാരമേൽക്കും. അദ്ദേഹം അധികാരമേറ്റെടുത്ത ശേഷം തന്നെ അദ്ദേഹം ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് കുടുംബത്തോടൊപ്പം മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്രിട്ടനിൽ ഇത്തരം പ്രോസസ്സുകൾക്കൊന്നും തന്നെ കാലതാമസമില്ല. തെരഞ്ഞെടുപ്പ് നടന്ന അന്ന് തന്നെ, ഫലം വന്ന അന്ന് തന്നെ ഇത്തരത്തിലുള്ള അധികാര കൈമാറ്റങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ കുടിയേറ്റ വിരുദ്ധവും അതുപോലെ തന്നെ വിലക്കയറ്റവും എല്ലാമാണ് ബ്രിട്ടനിൽ ഋഷി സുനകിന് തിരിച്ചടിയായത്. ബോറിസ് ജോൺസൺ അതുപോലെ തന്നെ ലിസ് ട്രസിൽ നിന്നും ആണ് ഇപ്പോൾ ഋഷി സുനക് അധികാരമേറ്റെടുത്തത്. 2022 അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. നേരത്തെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടും ബോറിസ് ജോൺസണെല്ലാം എതിരെ ആരോപണമുണ്ടായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണവിരുദ്ധ വികാരമാണ്, ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം അവർക്ക് അംഗീകരിക്കാനായില്ലെന്ന് തന്നെയാണ് ഇവർക്കെതിരെ ഉയർന്ന വിമർശനം. പ്രധാനമായിട്ടും കനത്ത വിലക്കയറ്റവും അതുപോലെ തന്നെ കുടിയേറ്റ പ്രശ്നങ്ങൾ, അതായത് ഇവിടെ എത്തുന്ന കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്തണം, അല്ലെങ്കിൽ ഒരു കപ്പലിൽ അവരെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കണം എന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നേരത്തെ തിരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായിരുന്നു. അതെല്ലാം തന്നെ ഋഷി സുനക് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന് അതൊന്നും തന്നെ പാലിക്കാനായില്ല. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ ഋഷി സുനക് പ്രത്യേകിച്ചും നേരിട്ടിരിക്കുന്നത്. ഇന്ത്യൻ വംശജനാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രത്തിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഇന്ത്യൻ വംശജൻ കൂടിയായിരുന്നു ഋഷി സുനക്. എന്തായാലും 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു അധികാരത്തിനാണ് അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിനാണ് ഇപ്പോൾ ബ്രിട്ടനിൽ അവസാനമായിരിക്കുന്നത്. ലേബർ പാർട്ടി ഇപ്പോൾ അധികാരത്തിലെത്തും. മലയാളി സാന്നിധ്യവും ഋഷി സുനക് അധികാരമേറ്റു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ക്ഷമിക്കണം, ഋഷി സുനക് രാജിവെച്ചു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ലേബർ പാർട്ടിക്ക് മുന്നിലുള്ള പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും ഇനി ലേബർ പാർട്ടി അല്ലെങ്കിൽ കീർ സ്റ്റാർമർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക? കീർത്തന, ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമർ ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കാണും. ചാൾസ് മൂന്നാമന് അദ്ദേഹം ഹസ്തദാനം ചെയ്ത ശേഷം തലകൾ വണങ്ങി. അത് തന്നെയാണ് ആ പരമ്പരാഗത അവരുടെ രീതി. അധികാരം ഏറ്റെടുക്കും. അതാണ് അധികാര കൈമാറ്റ രീതി. ബ്രിട്ടനിലെ ട്രഡീഷൻ അനുസരിച്ച് അങ്ങനെയാണ് അധികാരം കൈമാറുന്നത്. തുടർന്ന് അദ്ദേഹം ഔദ്യോഗിക വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് തിരിക്കും. കുടുംബത്തോടൊപ്പം തന്നെ അദ്ദേഹം ഔദ്യോഗിക വസതിയിലേക്ക് താമസം ആരംഭിക്കും. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ തന്നെ ഋഷി
സുനക് സ്വന്തം വസതിയിലേക്ക് മടങ്ങും. ഇതിനൊന്നും അധികം കാലതാമസം ബ്രിട്ടന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സുകളിലൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇപ്പോൾ പ്രധാനമായും ഈ ലേബർ പാർട്ടി ഒരു ദീർഘ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തുമ്പോൾ അവരുടെ മുൻപിൽ വെല്ലുവിളികൾ നിരവധിയാണ്. കാരണം നേരത്തെ പറഞ്ഞ വിലക്കയറ്റം തന്നെയാണ് പ്രധാനമായും ജനം നേരിടുന്ന ഒരു പ്രശ്നം. തൊഴിലില്ലായ്മ, തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, കുടിയേറ്റ വിഷയങ്ങളാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. ഇതെല്ലാം തന്നെയാണ് പ്രധാനമായും ലേബർ പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെല്ലാം തന്നെ അവർ ഉടൻ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞ വിവരം. എന്തായാലും കീർ സ്റ്റാർമർ ഉടൻ തന്നെ ഔദ്യോഗിക വസതിയിലേക്ക് നീങ്ങും. അദ്ദേഹം ഉടൻ തന്നെ അധികാരം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. കീർത്തന, ശരി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത തോൽവിക്ക് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് രാജിക്കത്ത് കൈമാറിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. മെറിൻ മേരി ചാക്കോയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി.